everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. 2024 SSLC എക്സാമിൽ ഗംഭീരമായി പഠിച്ച് ഗംഭീരമായി സ്കോർ ചെയ്ത നമ്മൾ പിരിഞ്ഞതാണ്. അതിനുശേഷം വീണ്ടും ഒരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം ഇന്നാണ് നമ്മൾ കാണുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാർ എന്താ ക്ലാസ് എടുക്കാൻ വരാത്തത്, സാർ എവിടെ പോയി, 10ാം ക്ലാസ്സിലെ പോലെ ഞങ്ങളുടെ കൂടെ +1 ഉണ്ടാവില്ലേ എന്നൊക്കെ മോശമല്ലാത്ത ഒരു നമ്പർ ഓഫ് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ ഐ ആം. സോ ഇന്നു മുതൽ അങ്ങോട്ട് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിൽ 10ാം ക്ലാസ്സിൽ എങ്ങനെ കൂടെ നിന്നോ അതുപോലെ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ കൂടെ നിൽക്കാൻ വേണ്ടി നാച്ചു സാർ ഉണ്ടാവും. സോ അതിൻ്റെ ആദ്യത്തെ ഒരു പടി എന്ന നിലയിൽ നമ്മൾ ആദ്യത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു. ഉറപ്പായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് ബിഗിൻ ladies and gentlemen. So let's begin with the very first chapter, His First Flight by Liam O'Flaherty. നോക്കൂ, നമ്മൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ജനറൽ ആയിട്ടുള്ള ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നോക്കൂ, ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന 1-2 ചോദ്യങ്ങളിൽ ഒന്നാണ് ദ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മദേഴ്സ് ലവ്. ദെൻ മറ്റൊരു ചോദ്യമാണ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ദാറ്റ് യു ഹാവ് എൻകൗണ്ടേർഡ് ഇൻ യുവർ ലൈഫ്. ഈ ചോദ്യങ്ങളൊക്കെ ഈ ചാപ്റ്ററുമായി കണക്റ്റഡ് ആണ്, ഈ ചാപ്റ്ററിലെ സിറ്റുവേഷൻസുമായി കണക്റ്റഡ് ആണ്. സോ ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നിങ്ങൾ ആൻസർ എഴുതും, പക്ഷെ അവിടെയും നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇൻപുട്സ് കൊടുക്കണം. അപ്പോഴേ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് മനസ്സിലാവുള്ളൂ, യെസ് ദിസ് പെർട്ടിക്കുലർ സ്റ്റുഡൻറ് ഹാസ് ഗോൺ ത്രൂ ദ ചാപ്റ്റർ. സോ അതിന് വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം, ഈ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞ ഫോമർ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുടെ ഒരു കോട്ട് ഉണ്ട്. നിങ്ങൾക്ക് പല ചോദ്യങ്ങളിലും ഈ കോട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. 8 മാർക്കിൻ്റെ വലിയ ചോദ്യങ്ങളിലൊക്കെ നിങ്ങളൊരു കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഫെച്ച് യു ആൻ ഇംപ്രഷൻ, അല്ലേ? അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ കോട്ട് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാം. എന്താണ് ഈ കോട്ട്? സക്സസ് ഈസ് നോട്ട് ഫൈനൽ. വിജയം എന്നുള്ളത് ഒന്നിൻ്റെയും അവസാനമല്ല. ഫെയിലിയർ ഈസ് നോട്ട് ഫേറ്റൽ. പരാജയം എന്ന് പറയുന്നത് അത്ര ഭീകരമായ ഫേറ്റൽ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. എന്താണ് കൗണ്ട് ചെയ്യുന്നത്, എന്താണ് മാറ്റർ ചെയ്യുന്നത്? ദ കറേജ്, ധൈര്യം. എന്തിനാ? ടു കണ്ടിന്യൂ. നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള കറേജ് ആണ് കൗണ്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മാറ്റർ ചെയ്യുന്നത്. ഇത് പറഞ്ഞത് വിൻസ്റ്റൺ ചർച്ചിലാണ്. സോ ഈ കോട്ട് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാം. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഇൻ യുവർ എക്സാമിനേഷൻ. ദെൻ ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് വരികയാണ്. ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഏറ്റവും സിമ്പിളാക്കിയാണ് ഞാൻ പറയുന്നത്. ലിയാം ഓ'ഫ്ലഹെർട്ടി സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് എബൌട്ട് എ യങ് സീഗൾ. ഈ ചാപ്റ്റർ ആരെ കുറിച്ചാണ്? ഒരു യങ് സീഗളിനെ കുറിച്ചാണ്, ഒരു യങ് കടൽ കാക്കയെ കുറിച്ചാണ്. ദാറ്റ് വാസ് അഫ്രൈഡ് ടു മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ്. എന്തായിരുന്നു പുള്ളിക്കാരൻ്റെ പ്രശ്നം? ആ സീകളിന് തൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ്, ആദ്യത്തെ പറക്കലിന് പേടിയായിരുന്നു. ഹി വാസ് നെർവസ്, അഫ്രൈഡ് അബൌട്ട് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അതാണ് പ്രശ്നം. സോ അങ്ങനെ ഒരു സീകളിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആൻഡ് ഹൗ ഇറ്റ്സ് പാരൻസ്, എങ്ങനെയാണ് അതിൻ്റെ പാരൻസ് ഗോഡഡ്. സോ ഗോഡഡ് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു വേർഡാണ്. സോ ഗോഡഡ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കാര്യം എൻകറേജ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഗോഡഡ് ഉപയോഗിക്കുന്നത്. സോ ഹൗ ഇസ് പാരൻസ് ഗോഡഡ് it എന്ന് പറഞ്ഞ സീകളിനെ into action and thereby equipped it to face the challenges of life. സോ അങ്ങനെ ആ സീകളിനെ മോട്ടിവേറ്റ് ചെയ്ത്, ഇൻസിസ്റ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ആ സീകളിനെ ലൈഫിലെ വലിയ ചാലഞ്ചുകളെ നേരിടാൻ വേണ്ടി, ഫേസ് ചെയ്യാൻ വേണ്ടി, ടാക്കിൾ ചെയ്യാൻ വേണ്ടി എക്വിപ്പ് ചെയ്യുന്നു. ഇതാണ് ഈ കഥയുടെ ഒരു ഷോർട്ട് സമ്മറി. ഇനി നോക്കൂ. The story presents the importance of 2 കാര്യങ്ങൾ. ദ സ്റ്റോറി പ്രസൻസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. ആത്മവിശ്വാസം എന്നാണ് സെൽഫ് കോൺഫിഡൻസ്, എന്നാണ് സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ, സ്വയം പര്യാപ്തത. സോ ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ കഥ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ
Though his brothers and sister had already flown away, നമ്മുടെ യങ് സീഗലിൻ്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പറന്നു പോയിട്ടുണ്ട്, അവർ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എ യങ് സീഗൾ വാസ് റിലക്റ്റന്റ് ടു ഫ്ലൈ. നമ്മുടെ യങ് സീഗള് പറക്കാൻ വിമുഖത കാണിച്ചു, റിലക്റ്റൻ്റായി, മടി കാണിച്ചു, തയ്യാറായില്ല. ഹിസ് പാരൻസ് tried their level best to make him fly. അവൻ്റെ പാരൻസ് അവർക്ക് പരമാവധി പറ്റാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തിന്? ഇവനെ ഒന്ന് പറപ്പിക്കാൻ വേണ്ടി, ഇവനെ പറക്കാൻ വേണ്ടി, തയ്യാറെടുപ്പിക്കാൻ വേണ്ടി. പക്ഷേ all went in vain. But he preferred to stay in his rough dirt-caked nest. പക്ഷേ പറക്കുന്നതിന് പകരം പേടിയായതുകൊണ്ട്, നെർവസ് ആയതുകൊണ്ട് അവൻ എവിടെ നിൽക്കാൻ തീരുമാനിച്ചു? അവൻ്റെ റഫായിട്ടുള്ള ഡേർട്ട് കേക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചളി പറ്റിയ നെസ്റ്റിൽ തന്നെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. Hunger and heat trouble him the following day. സോ കഴിഞ്ഞ ദിവസം നിൽക്കാൻ തുടങ്ങിയതാണ്. സോ അവന് വിശപ്പുണ്ട്, നല്ല ചൂടുണ്ട്, ഇതൊക്കെ അവനെ പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ട്രബിൾ ചെയ്യുന്നുണ്ട്. He had watched his parents flying with his brothers and sister. അല്ലേ, അവൻ്റെ പാരൻസ് അല്ലെങ്കിൽ അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും അവൻ്റെ പാരൻസിൻ്റെ കൂടെ പറക്കുന്നത് അവനിങ്ങനെ കാണുന്നുണ്ട്. ഹീസ് ഒബ്സർവിങ് ദാറ്റ്, ബട്ട് സ്റ്റിൽ ഹീസ് നോട്ട് ഏബിൾ ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. The other children were taught the art of flight. ബാക്കിയുള്ള അവൻ്റെ സിബ്ലിങ്സിനെയൊക്കെ അവൻ്റെ പാരൻസ് എന്ത് പഠിപ്പിക്കുന്നുണ്ട്? ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, പറക്കുക എന്നുള്ള ആ ആർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. The whole family laughed at the cowardice of the young seagull. മുഴുവൻ ഫാമിലിയും അവൻ്റെ ഈ cowardice ഉണ്ടല്ലോ, അവൻ്റെ ഈ ഭീരുത്വം ഉണ്ടല്ലോ, ധൈര്യമില്ലായ്മ ഉണ്ടല്ലോ, അതിനെ നോക്കി എന്ത് ചെയ്യുന്നുണ്ട്? കളിയാക്കുന്നുണ്ട്. His mother was standing on a high hum on the plateau. നമ്മുടെ യങ് സീഗളിൻ്റെ മദർ തൊട്ടപ്പുറത്തുള്ള ഒരു പ്ലാറ്റ്യൂർ, ഒരു സമതലത്തിൽ, ഒരു നിരപ്പായ പ്രതലത്തിൽ, ഒരു ഹൈ ഹമ്പിൽ, ഒരു ഉയർന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? നിൽക്കുന്നുണ്ടായിരുന്നു. ഷീ ടോർ എ പീസ് ഓഫ് ഫിഷ്. അല്ലേ, ടയർ എന്നുള്ള, അതായത് കീറുക, മുറിക്കുക എന്ന അർത്ഥത്തിലുള്ള ടയർ എന്ന് പറഞ്ഞ വേർഡിൻ്റെ V2 ആണ് ടോ. സോ ഷീ ടോർ എ പീസ് ഓഫ് ഫിഷ്. അവൾ എന്ത് ചെയ്യുന്നു? അവളൊരു മീൻ കഷ്ണമാക്കുന്നു. അറ്റ് ഹർ ഫീറ്റ്, അവളുടെ കാലുപയോഗിച്ച്. അല്ലേ, ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം. ഈ കാഴ്ചയുണ്ടല്ലോ, ഈ ഫുഡിൻ്റെ കാഴ്ച, അത് നമ്മുടെ യങ് സീഗൾ എന്ത് ചെയ്യുന്നു? ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഇറ്റ് മാഡൻ ഹിം. ഷീ പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് ഫ്ലൂ ടുവേർഡ്സ് ഹിം. സോ ഇവിടെ വളരെ ക്രൂഷ്യലാണിത്. സോ അവൻ്റെ അമ്മ, യങ് സീഗളിൻ്റെ അമ്മ ഒരു പീസ് ഓഫ് ഫിഷ് എടുത്തിട്ട് ആരുടെ നേരേക്ക് പറന്നു പോകുന്നു? നമ്മുടെ യങ് സീഗളിൻ്റെ അടുത്തേക്ക് പറന്നു പോകുന്നു. ഹി ട്രൈ ടു ഗെറ്റ് നിയർ ഹർ. സോ നമ്മുടെ വിശന്ന് വലഞ്ഞു നിൽക്കുന്ന യങ് സീഗള് അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി അവനിങ്ങനെ കളിക്കുന്നുണ്ട്, അവനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഹിം. പക്ഷെ നമ്മുടെ അമ്മ, നമ്മുടെ ഈ മദർ സീഗള് പറന്ന് അവൻ്റെ തൊട്ട് മുമ്പിൽ, അവൻ്റെ ഓപ്പോസിറ്റ് എത്തിയ സമയത്ത് ഷീ ഹാൾട്ടഡ്, ഷീ സ്റ്റോപ്പ്ഡ്. അവളവിടെ എന്ത് ചെയ്തു? നിന്നു, അവൾ മുന്നോട്ട് പോയില്ല. ഹി വെയിറ്റഡ് എ മൊമെന്റ്. അല്ലേ, അവൻ അവിടെ കുറച്ച് നേരം എന്ത് ചെയ്തു? കാത്തു നിന്നു. ആൻഡ് ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. എന്നിട്ട് ആരുടെ നേരേക്ക് ചാടി? ആ ഫിഷിന് നേരേക്ക് ചാടി. ഇത്രയും നേരം അവന് പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നേരം അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിനെ കുറിച്ച് അവൻ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. പക്ഷേ ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം. ഹി വാസ് സോ ഹംഗ്രി. സോ അവൻ എന്ത് ചെയ്തു? ദ യങ് സീഗൾ ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. അമ്മയുടെ കാലിലുള്ള ആ ഫിഷിന് നേരേക്ക് എന്ത് ചെയ്യുന്നു? ഡൈവ് ചെയ്യുന്നു. ഹി വാസ് ടെറിഫൈഡ് ഫോർ എ മൊമെന്റ്. കുറച്ച് നേരത്തേക്ക് അവൻ എന്താവുന്നുണ്ട്? ടെറിഫൈഡ് ആവുന്നുണ്ട്, അവൻ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. ആൻഡ് ഹിസ് ഹാർട്ട് ഫ്രോസ്. അവൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് സമയത്തേക്ക് ഫ്രോസ്, നിലച്ചു പോകുന്നുണ്ട്, മരവിച്ചു പോകുന്നുണ്ട്. ദ നെക്സ്റ്റ് മൊമെന്റ് ഹി ഫൗണ്ട് ഹിംസെൽഫ് falling outwards and downwards into space. So now he is falling. അവൻ താഴേക്ക്, അല്ലേ, ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വീണുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റിങ്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട്, എന്താണ്, ഒരു കാര്യം നേരത്തെ തീരുമാനിക്കാതെ നമ്മൾ ഇൻസ്റ്റിങ്റ്റീവായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അങ്ങ് ചെയ്യുകയാണത്. നമുക്ക് പെട്ടെന്ന് തീരുമാനമെടുത്തിട്ടോ നേരത്തെ പ്ലാൻ ചെയ്തിട്ടോ ഒന്നും ചെയ്യാതെ ഇൻസ്റ്റിങ്റ്റീവായിട്ട് എന്ത് ചെയ്യണം? ഹീ സ്പ്രെഡ് ഹിസ് വിങ്സ്. നമ്മുടെ യങ് സീകള് അതിൻ്റെ ചിറകുകൾ എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ചെയ്യുന്നു, വിരിക്കുന്നു. ആൻഡ് ഫ്ലാപ്പഡ് ദം. എന്നിട്ട് ആ ചിറകുകൾ അടിക്കുന്നു. നൗ ഹീസ് ഫ്ലൈയിങ്. He soared upwards and all his fear is gone. Soared എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൈ ഹൈ, മുകളിലോട്ട് പറക്കാനാണ്. സോ അവൻ മുകളിലോട്ട് പറന്നു. ആൻഡ് അവൻ്റെ എല്ലാ പേടിയും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസപ്പിയർ, എവിടേക്കോ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇറ്റ് വാസ് എ ജോയസ് മൊമെന്റ് ഫോർ ഹിസ് ഫാമിലി. അവൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ഹാപ്പി മൊമെന്റ്. ഇറ്റ് വാസ് എ ജോയസ് മൊമെന്റ്.
He forgot that he was ever afraid of flying. അവൻ മറന്നുപോയി എന്ത്, അവൻ ഇത്രയും കാലം അവനെ പറക്കാൻ പേടിയായിരുന്നു എന്നുള്ളത് അവൻ മറന്നുപോയി. So who encouraged the young seagull to make his first flight? Who helped the young seagull to make his first flight? Obviously it was the mother seagull. So അതിന് ആ സീഗൾ തിരഞ്ഞെടുത്ത വഴി കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നെങ്കിലും at the end of the day it was the one, അല്ലെങ്കിൽ the mother seagull was the one who helped the young seagull to make his first flight. So ഇതാണ് ഈ കഥയുടെ ഒരു വൺ ഷോട്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കുഞ്ഞു ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ഒരു 8 മാർക്കിനൊക്കെ നിങ്ങൾക്ക് വലിയ എസ്സേകൾ, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾ സെറ്റാണ്. ഓക്കെ, നൗ വി വിൽ ഡിസ്കസ് I Will Fly, a thought-provoking speech by none other than the former President of India and the Missile Man of India, Abul Pakir Jainuddin Abdul Kalam. So Abdul Kalamന്റെ ഗംഭീരമായിട്ടൊരു സ്പീച്ചാണ് ഐ വിൽ ഫ്ലൈ. എഗെയിൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ ജനറൽ ആയിട്ടുള്ള ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. എന്നാൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ 2-3 മേജർ കീ പോയിന്റ്സ് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ആ സാധനത്തിന്റെ മുകളിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആൻസേഴ്സ് ഇലാബറേറ്റ് ചെയ്യേണ്ടത്. അത് വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കൂ, ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, I Will Fly is a thought-provoking speech delivered by Dr. APJ Abdul Kalam, the former president and distinguished aerospace scientist of India. This is for an introduction. Okay, then in the speech he tells that, അദ്ദേഹം ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. He tells that in the past, കഴിഞ്ഞ കാലങ്ങളിൽ the youth contributed much for the benefit of the world today in many fields. So the importance of youth, the contribution of youth, ഇതാണ് ഏറ്റവും പ്രധാനമായി കലാം ആദ്യം പറയുന്ന കാര്യം. സോ യൂത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അസറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു. Today the youth does not have to fear the future. അദ്ദേഹം പറയാണ്, ഇന്ന് ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂത്തിന് ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വറി ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദിസ് ഇസ് ദ കീ പോയിന്റ്, ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഇസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്. അക്കോർഡിംഗ് ടു APJ അബ്ദുൽ കലാം, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ആണ്, യുവാക്കളുടെ ജ്വലിക്കുന്ന മനസ്സാണ്. സോ യുവാക്കൾ എന്നുള്ളത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂച്ചർ ബിൽഡിങ്ങിൽ എന്ന് ആര് പറയുന്നു, അബ്ദുൽ കലാം പറയുന്നു. The previous year he inaugurated a program called Shastrayaan. സോ കഴിഞ്ഞ വർഷം നോക്കൂ, ഈ സ്പീച്ച് ഇറ്റ് ഈസ് ആക്ച്വലി ഒരുപാട് സ്പീച്ചുകൾ അല്ലെങ്കിൽ ഒന്നിലധികം സ്പീച്ച് എന്തുണ്ട് ഇതിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ സ്പീച്ചായിട്ടല്ല. സോ അബ്ദുൽ കലാം ഓർമ്മിക്കുകയാണ്, കഴിഞ്ഞ വർഷം ഹി ഇനാഗുറേറ്റഡ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ, അല്ലേ? ശാസ്ത്രയാൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അദ്ദേഹം ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശാസ്ത്രയാൻ എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രം മീൻസ് സയൻസ് ആൻഡ് അയനം മീൻസ് സഞ്ചാരം എന്നാണ്. സോ ശാസ്ത്രയാൻ എന്ന് വെച്ചാൽ ശാസ്ത്രത്തിൻ്റെ സഞ്ചാരം എന്നാണ്. നോക്കൂ, വിച്ച് വാസ് മെന്റ് ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. എന്തായിരുന്നു ശാസ്ത്രയാൻ്റെ ഉദ്ദേശം? സയൻസിനെ എന്ത് ചെയ്യുക, പ്രൊപ്പഗേറ്റ് ചെയ്യുക, സയൻസിനെ ആളുകളിലേക്ക് എത്തിക്കുക, വ്യാപിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ. It was to ensure the preparation of about 2,000 students from different schools. എന്തായിരുന്നു അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അജണ്ട? It was to ensure the preparation of about 2,000 students from different schools. Actually it happened in Kerala. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ നോർത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആക്ച്വലി ഇനാഗുറേഷൻ നടക്കുന്നത്. സോ ഇതിൻ്റെ ഉദ്ദേശം വ്യത്യസ്ത സ്കൂളുകളിലെ ഏകദേശം 2000-ഓളം കുട്ടികളെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയായിരുന്നു. എന്ത് തയ്യാറെടുപ്പിക്കാൻ വേണ്ടി? ടു ബിക്കം എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, സയൻറ്റിസ്റ്റ്, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവൻസ്. ദിസ് വുഡ് ഇൻ ടേൺ എംപവർ 2,000 ഫാമിലീസ് ഇൻ ദ വില്ലേജ്. സോ നിങ്ങൾ 2000 സ്റ്റുഡൻസിനെ എംപവർ ചെയ്യുന്ന സമയത്ത് 2000 ഫാമിലീസാണ് അവിടെ എന്ത് ചെയ്യുന്നത്, എംപവർ ചെയ്യപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആഫ്റ്റർ ഹിസ് സ്പീച്ച് hundreds of hands were raised for asking questions. സ്വാഭാവികമായിട്ടും APJ അബ്ദുൽ കലാം അഡ്രസ് ചെയ്യുന്ന ഒരു സദസ്സിൽ കലാമിനോട് ചോദ്യം ചോദിക്കാൻ ഒരുപാട് കുട്ടികളുണ്ടാവും.
അല്ലേ? എസ്പെഷ്യലി കുട്ടികൾ തന്നെ ഉണ്ടാവും ഒരുപാട്. അപ്പോൾ ഇദ്ദേഹം ദിസ് ഈസ് നോട്ട് ഡിഫറെൻറ്റ്. സോ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിന് ശേഷം ഒരുപാട് ആളുകൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കൈ ഉയർത്തുന്നു. വൺ ക്വസ്റ്റ്യൻ ഇംപ്രസ്ഡ് ഹിം ആൻഡ് ദ ഓഡിയൻസ് ഗ്രേറ്റ്ലി. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം അദ്ദേഹത്തെയും അവിടെ കൂടി നിന്ന ഓഡിയൻസിനെയും ഒക്കെ ഗംഭീരമായി എന്ത് ചെയ്തിട്ടുണ്ട്? ഇംപ്രസ് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. ആരായിരുന്നു ആ ചോദ്യം ചോദിച്ചത്? എന്തായിരുന്നു ആ ചോദ്യം? ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ who came from a remote village. ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു ടീനേജർ, ഒരു ചെറുപ്പക്കാരനാണ് ആ ചോദ്യം ചോദിച്ചത്. എന്തായിരുന്നു ആ ചോദ്യം? He said that, അദ്ദേഹം പറയുന്നു, ആ കുട്ടി പറയുന്നു, he was nervous to ask question in public. പബ്ലിക്കിൽ, ഒരു പൊതു സദസ്സിൽ ചോദ്യം ചോദിക്കാൻ ഞാൻ എന്താണ്? നെർവസ് ആണ്. He had not gained any confidence through his education all those years. ഇത്രയും കാലത്തെ വിദ്യാഭ്യാസത്തിനിടയിൽ അവൻ കോൺഫിഡൻസ് ഒന്നും ആർജിച്ചെടുത്തിട്ടില്ല എന്ന് അവൻ സമ്മതിക്കുന്നു. ആൻഡ് എന്താണ് അവൻ്റെ ആവശ്യം? ഹി വാണ്ടഡ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ആ കുട്ടിക്ക് ഒരു മറൈൻ എഞ്ചിനീയർ ആവണം. ആൻഡ് ട്രാവൽ ഓൺ എ ഷിപ്പ് ആസ് എ ക്യാപ്റ്റൻ. എന്നിട്ട് ഒരു കപ്പലിൽ അതിൻ്റെ ക്യാപ്റ്റനായിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കണം. ഹി ആസ്ക്ഡ് how he could achieve his mission. എങ്ങനെയാണ് ഈ ദൗത്യം, ഈ മിഷൻ അവന് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുക? നോക്കൂ, കലാം replied that it was the most difficult question he had ever received from millions and millions of students. ലക്ഷക്കണക്കിന് കുട്ടികളിൽ നിന്ന് അദ്ദേഹം റിസീവ് ചെയ്ത ചോദ്യങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ചോദ്യമായിരുന്നു അത് എന്ന് കലാം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. As the answer to this question, ഈ ചോദ്യത്തിന് ഉത്തരം എന്ന നിലയിൽ he recited a beautiful ancient poem named I Will Fly. 13th century ജീവിച്ചിരുന്ന ജലാലുദ്ദീൻ റൂമി എഴുതിയ I Will Fly എന്ന് പറഞ്ഞൊരു പോയമാണ് ആ ചോദ്യത്തിന് ആൻസറായി അദ്ദേഹം റിസൈറ്റ് ചെയ്തത്. ആ പോയം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ആ പോയം വായിക്കണം. ഇറ്റ് ഈസ് സോ ഇൻസ്പയറിംഗ്. നോക്കൂ, കലാം കണ്ടിന്യൂഡ് ദാറ്റ്. സോ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു. ഒന്ന്, ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദ യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. രണ്ടാമത്തത്, ഈ കുട്ടിയുടെ ഇൻസിഡൻറ്റ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മൂന്നാമത്തെ കാര്യം, കലാം കണ്ടിന്യൂഡ് ദാറ്റ്. എന്താണ് കലാം പിന്നെ പറയുന്ന കാര്യം? എവ്രി യൂത്ത് വോണ്ട്സ് ടു ബി യുണീക്ക്. ദിസ് ഈസ് ദ കീവേഡ്. എന്താണ്? എല്ലാ ചെറുപ്പക്കാർക്കും എന്താവണം എന്നുണ്ട്? യുണീക്ക് ആവണം എന്നുണ്ട്, അല്ലേ? യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? യുണീക്കിൻ്റെ മലയാളം അതുല്യം എന്നാണ്, അല്ലെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്നാണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ വേറെ ആരും ഉണ്ടാവില്ല, അതുപോലൊന്നും മറ്റൊന്നും ഉണ്ടാവില്ല, അല്ലേ? യുണീക്ക് ആയിരിക്കുക, അല്ലെ? നമ്മൾ മറ്റുള്ളവരെ പോലെ ആവുക എന്നുള്ളതല്ല, നമ്മൾ യുണീക്ക് ആവുക എന്നുള്ളതാണ് എല്ലാ യൂത്തിൻ്റെയും ഡിസയർ. എന്നാൽ ബട്ട് ദ വേൾഡ് all around us is doing its best to make us just like everybody else. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ലോകം അവർക്ക് പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാ? നമ്മളെ മറ്റുള്ളവരെ പോലെയാക്കാൻ, നമ്മളെ വേറെ ആരെയെങ്കിലും കോപ്പിയാക്കാൻ വേണ്ടി. At home we are asked by our parents to be like the neighbor's children. വീട്ടിൽ നമ്മുടെ പാരൻസ് നമ്മളോട് എന്ത് പറയുന്നു? തൊട്ടപ്പുറത്തെ നെയ്ബറിൻ്റെ, അയൽക്കാരൻ്റെ കുട്ടിയെ പോലെ ആവാൻ, അവനെ പോലെ പഠിക്കാൻ, അവനെ പോലെ പെരുമാറാൻ വേണ്ടി നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്നു. For scoring good marks. At school, our teachers ask us to be like the first 5 rankers in the class. സ്കൂളിലോ ആ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കരായ ആളുകളെ പോലെ, കുട്ടികളെ പോലെ നിങ്ങളും ആവണം. നോക്കൂ, പഠിത്തം മാത്രമല്ല ലോകത്തിൽ ഒരാളുടെ കാലിബർ, പൊട്ടൻഷ്യൽ നിർണ്ണയിക്കുന്ന കാര്യം. പക്ഷേ ടീച്ചർ എന്ന് പറയുന്നു, അവരെ പോലെ നന്നായി പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരെ പോലെ ആവാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. Wherever we go, people tell us to be somebody else or everybody else. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ആളുകൾ നമ്മളോട് പറയുന്നത് ഒന്നുകിൽ somebody else, വേറെ ആരെങ്കിലും പോലെ ആവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എല്ലാവരെയും പോലെ ആവാൻ വേണ്ടിയാണ്. ബട്ട് വി ഷുഡ് ബി യുണീക്ക്. നമ്മൾ എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം. ദാറ്റ് ഈസ് അതിൻ്റെ അർത്ഥം വി ഷുഡ് ബി ourselves. നമ്മളായിരിക്കണം. The challenge is that we have to fight the hardest battle. This is an important point. The challenge is that we have to fight the hardest battle that any human being can ever imagine. യുണീക്ക് ആവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ലൈഫിൽ ഫൈറ്റ് ചെയ്ത ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഫൈറ്റ് നിങ്ങൾ അതിനു വേണ്ടി നടത്തേണ്ടി വരും. ബട്ട് അങ്ങനെയൊക്കെ ചെയ്താലും വി ഷുഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അണ്ടിൽ വി അറൈവ് അറ്റ് അവർ ഡെസ്റ്റിൻ പ്ലേസ്. പക്ഷെ അങ്ങനെയൊക്കെ ആയാലും നമ്മുടെ ഡെസ്റ്റിൻ പ്ലേസ്, നമ്മുടെ വിധിക്കപ്പെട്ട സ്ഥലത്ത് എത്തുന്നത് വരെ നമ്മൾ ആ ഫൈറ്റ് എന്ത് ചെയ്യരുത്? ഗിവ് അപ്പ് ചെയ്യരുത്. ഏതാണ് ആ ഡെസ്റ്റിൻ പ്ലേസ്? which is a unique self. യുണീക്ക് ആയ നിങ്ങൾ എന്നുള്ളതാണ് ആ ഡെസ്റ്റിൻഡ് പ്ലേസ്. ഓക്കെ, ലെറ്റ് മീ ഗസ്.
ദിസ് മൈറ്റ് ബി ദ മോസ്റ്റ് അവൈറ്റഡ് ചാപ്റ്റർ. കാരണം നിങ്ങൾ ഭൂരിഭാഗം പേരും ഈ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് വായിച്ചില്ല. ബിക്കോസ് ദിസ് ചാപ്റ്റർ ഈസ് സോ ബോറിങ്. കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? സ്കൂളിൽ ഈ ചാപ്റ്റർ എടുത്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, വീട്ടിൽ പോയിട്ട് ഈ ചാപ്റ്റർ വായിക്കാനേ തോന്നിയിട്ടില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. ഞാൻ ഈ ചാപ്റ്റർ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥിങ് എന്ന് പറഞ്ഞ സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ച് കിറ്റി ഗെയിൽ ഫെർഗൂസൺ എഴുതിയ ഈ ബയോഗ്രഫി ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നോക്കൂ, ഫസ്റ്റ് തിങ്, Quest for a Theory of Everything is the profile of Stephen Hawking prepared by Kitty Gale Ferguson. So Kitty Gale Ferguson prepare ചെയ്ത ആരെക്കുറിച്ച്? സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ വേൾഡ് റിനോൺഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്തൊരു പ്രൊഫൈലാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. ഇറ്റ് ഷോസ് എന്താണ് ഈ പ്രൊഫൈലിൻ്റെ പ്രാധാന്യം, എന്തിനാണ് നമുക്കിത് പഠിക്കാൻ തന്നത്? ഇറ്റ് ഷോസ് how Hawking proved his uniqueness even while fighting against adversities and limitations. Adversities means പ്രശ്നങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്, ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ പരിമിതികൾ എന്നാണ്. സോ ഈ അഡ്വേഴ്സിറ്റീസും ലിമിറ്റേഷൻസിനും എതിരെ ഫൈറ്റ് ചെയ്യുമ്പോഴും സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ തൻ്റെ യുണീക്നെസ് എന്ത് ചെയ്യുന്നു? പ്രൂവ് ചെയ്യുന്നു. സോ യുണീക്നെസ് എന്ന് പറഞ്ഞൊരു കീവേഡ് നമ്മൾ തൊട്ട് മുമ്പ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഓൾസോ റിവീൽസ്, ഇത് ഒരു കാര്യം കൂടി റിവീൽ ചെയ്യുന്നുണ്ട്. എന്താണ്? ഹൗ ഹി ഓവർകെയിം ഹിസ് ഡിസബിലിറ്റീസ്. എങ്ങനെയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ തൻ്റെ ഡിസബിലിറ്റീസിൻ്റെ, തൻ്റെ പരിമിതികളെ, അംഗവൈകല്യത്തെ ഓവർകം ചെയ്തത്, മറികടന്നത്, ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് ഫിസിക്സ്. സോ സ്റ്റീഫൻ ഹോക്കിങ്ങിന് അറിയപ്പെടുന്ന ഒരു പേരാണ് എന്താ? സൂപ്പർനോവ ഓഫ് ഫിസിക്സ്. ഇത് നമുക്ക് പുള്ളിക്കാരനെ കുറിച്ചൊന്ന് വായിക്കാം. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഇത്രയും നീട്ടി പറയാതിരുന്നാൽ ഇൻട്രസ്റ്റിംഗ് ആണ്, ശ്രദ്ധിച്ചോളൂ. On 29 April 1980, in the Cockcroft Lecture Room, the inaugural lecture by a new location professor of mathematics, Stephen Hawking, the title of the lecture was "Is the End in Sight for the Theoretical Physics?" His listeners were surprised when he said that it was the end. ബേജാർ മത് കറോ. നോക്കൂ എന്താ കാര്യം. ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കിറ്റി ഗെയിൽ ഫെർഗൂസൺ ഒരു ഇൻസിഡൻറ്റ് പറയുന്നു, ഒരു സംഭവം പറയുന്നു. ആ സംഭവം എപ്പോഴാണ് നടക്കുന്നത്? 29 ഏപ്രിൽ 1918 ആണ്. എവിടെയാണ് നടക്കുന്നത്? കോക്ക്രോഫ്റ്റ് ലെക്ചർ റൂമിലാണ്. ഒരു ലെക്ചർ റൂമിൻ്റെ പേരാണ്, ഒരു ഹാളിൻ്റെ പേരാണത്. ആ ഹാള് നടക്കുവാണ്. സോ അവിടെ നടക്കുന്ന എന്താ പറയുക, സീരീസ് ഓഫ് സെമിനാറിലെ ഇനാഗുരൽ ലെക്ചർ, ആദ്യത്തെ ലെക്ചർ ആരുടെ ആയിരുന്നു? ഒരു പുതിയ മാത്സ് പ്രൊഫസറാണ്. പുള്ളിക്കാരൻ്റെ പേര് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ടോപ്പിക്, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പ്രബന്ധത്തിൻ്റെ വിഷയം ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. രണ്ട് തരത്തിലുള്ള ഫിസിക്സ് ഉണ്ട്, നമ്മൾ പറയാറുണ്ട്, തിയററ്റിക്കൽ ഫിസിക്സും പ്രാക്ടിക്കൽ ഫിസിക്സും. സോ അദ്ദേഹത്തിൻ്റെ വിഷയം എന്തായിരുന്നു? തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അന്ത്യം എത്തിയോ, അന്ത്യം കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ്. ഹിസ് ലിസണേഴ്സ് വർ സർപ്രൈസ്ഡ്. അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് സർപ്രൈസ്ഡ് ആവുകയാണ്. അദ്ദേഹം എന്ത് പറയുമ്പോൾ തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനമാവാറായി എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത്. ഇതൊന്നും നിങ്ങളുടെ എക്സാമിന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയമേ അല്ല, ഇതൊന്നും നിങ്ങളുടെ കൺസേൺ അല്ല. ഇനി മുന്നോട്ട് പോകും. ഹി ഇൻവൈറ്റഡ് ദം, അതായത് അവിടെ കൂടിയിരുന്ന ആളുകളെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തിന്? ടു ജോയിൻ ഹിം ഇൻ എ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ്. അവിടെ ഇരിക്കുന്ന ആളുകളെ ഒരു എന്താ പറയുക, ഒരു എസ്കേപ്പ്, സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ്, അല്ലേ, സമയത്തിലൂടെയും സ്പേസിലൂടെയുമുള്ള ഒരു സെൻസേഷണൽ എസ്കേപ്പിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ലെക്ചർ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ടൈമിലൂടെയും സ്പേസിലൂടെയും ഒരു എസ്കേപ്പ് നടത്താൻ, അതിനെ മറികടന്ന് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അല്ലാതെ ലിറ്ററലി ഒരു എസ്കേപ്പ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയോ, he sat silently in a wheelchair. അദ്ദേഹം സൈലൻ്റ് ആയിട്ടൊരു വീൽ ചെയറിലിരിക്കുന്നു. as one of his students read his lecture to the audience. അല്ലേ, അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള പ്രശ്നമായിരുന്നു, അതൊക്കെ നമുക്ക് പറയാം. സോ അദ്ദേഹം അവിടെ അനങ്ങാതിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ലെക്ചർ എന്ത് ചെയ്യുന്നു? ഓഡിയൻസിന് വായിച്ചു കൊടുക്കുന്നു.
ഓക്കെ, ഇങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രശ്നം ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊന്നുമില്ല, ഇത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസിഡൻറ്റ് കിറ്റി ഗെയിൽ ഫെർഗൂസൺ പറയുന്നേ ഉള്ളൂ. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഇനി മുതലാണ് നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇത് നിങ്ങളുടെ വിഷയമേ അല്ല. ഓക്കെ, നോക്കൂ. Hawking was born on 8th January 1942 in Oxford, England. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് ഹോക്കിംഗ് ജനിച്ചത്. ഹിസ് പാരൻസ് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ് വർ നോട്ട് വെൽത്തി. അല്ലേ, ഹോക്കിങ്ങിൻ്റെ പാരൻസ് അത്രമേൽ സമ്പന്നരൊന്നും ആയിരുന്നില്ല, വെൽത്തി ആയിരുന്നില്ല. ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷേ അവർ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തിൽ അങ്ങേയറ്റം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ പ്രൊവൈഡഡ് ഗുഡ് എഡ്യൂക്കേഷൻ ടു ഹോക്കിംഗ് ഈവൻ ദോ ദേ വർ നോട്ട് വെൽത്തി. He attended the local Saint Alban school. അദ്ദേഹത്തിൻ്റെ പ്രൈമറി വിദ്യാഭ്യാസമൊക്കെ നടന്നത് ലോക്കൽ എന്ന് പറയാൻ നാട്ടിൽ തന്നെയുള്ള ഓക്സ്ഫോർഡിൽ തന്നെയുള്ള സെയിൻറ്റ് ആൽബൻ സ്കൂളിലാണ്. ബൈ ദ ടൈം ഹി വാസ് 8 ഹി വാസ് തിങ്കിങ് ഓഫ് ബിക്കമിങ് എ സയൻറ്റിസ്റ്റ്. 8ാമത്തെ വയസ്സെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഒരു സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ള ചിന്ത, ആഗ്രഹം ഉണ്ടായിരുന്നു. ഹി വാണ്ടഡ് എ സബ്ജക്ട് ദാറ്റ് ഗേവ് exact answers to get into the root of things. ഏത് സബ്ജക്റ്റിൽ സയൻറ്റിസ്റ്റ് ആവണം, അതായത് കാര്യങ്ങൾക്ക് എക്സാക്റ്റ് ആൻസർ തരാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റിൽ സയൻറ്റിസ്റ്റ് ആവണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സ്പെസിഫിക് ആയിട്ട് ഹി വാസ് ജസ്റ്റ് എൻ ഓർഡിനറി ഇംഗ്ലീഷ് ബോയ്. സോ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ് കുട്ടിക്കാലത്ത് ഒരു ചൈൽഡ് പ്രോഡിജി ഒന്നും ആയിരുന്നില്ല. അതായത് എക്സ്ട്രാ ആയിട്ട് ഐക്യു ഉള്ള, ഒരുപാട് വളരെ ചെറുപ്പത്തിലെ വായിക്കുന്ന, എഴുതുന്ന, എഡ്യൂക്കേഷനിൽ അപാരമായ പൊട്ടൻഷ്യൽ കാണിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ഹി വാസ് എൻ ഓർഡിനറി ബോയ്. ഹി വാസ് സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ് ആൻഡ് ഹിസ് ഹാൻഡ് റൈറ്റിംഗ് വാസ് ബാഡ്. എഴുത്ത് ഭയങ്കര സ്ലോ ആയിരുന്നു, ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു. ഹി വാസ് റാങ്ക്ഡ് സംവെയർ ഇൻ ദ മിഡിൽ ഓഫ് ദ ക്ലാസ്. അല്ലേ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ റാങ്ക് ഏകദേശം ഒരു മിഡിലാണ് വരിക. അപ്പോൾ 60 പേരുണ്ടെങ്കിൽ ഒരു 30-35 റാങ്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നല്ലോ. അറ്റ് ദ ഏജ് ഓഫ് 17, 17ാമത്തെ വയസ്സിൽ എന്ത് സംഭവിക്കുന്നു? അറ്റ് ദ ഏജ് ഓഫ് 17 ഹി വെന്റ് ടു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്. ഇംഗ്ലണ്ടിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. യു മൈറ്റ് ഹാവ് ഹേർഡ്. ടു സ്പെഷ്യലൈസ് ഇൻ ഫിസിക്സ്. സോ അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റായിട്ട്, സ്പെഷ്യലൈസ് ചെയ്യാനുള്ള സബ്ജക്റ്റായിട്ട് തിരഞ്ഞെടുത്തതായിരുന്നു ഫിസിക്സ് ആണ്. ഫോർ അബൌട്ട് 1 year ഹോക്കിംഗ് വാസ് ലോൺലി ആൻഡ് ബോർഡ്. സോ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൽ ആദ്യത്തെ വർഷം അദ്ദേഹം ഭയങ്കര ലോൺലി ആയിരുന്നു, ഒറ്റപ്പെട്ട് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ബട്ട് ബൈ ദ മിഡിൽ ഓഫ് ദ 2nd year ഹീ ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. പക്ഷേ 2ാമത്തെ വർഷത്തിൻ്റെ മധ്യമൊക്കെ ആവുന്ന സമയത്തേക്ക് ഓക്സ്ഫോർഡ് എന്ന് പറഞ്ഞ ആ കലാലയം അദ്ദേഹം ആസ്വദിച്ചു തുടങ്ങുകയാണ്. He became popular and was well accepted by his peers. So അദ്ദേഹം പതുക്കെ അവിടെയൊക്കെ അറിയപ്പെടുന്നു, പോപ്പുലർ ആവുന്നു. പിയേഴ്സ് എന്ന് പറഞ്ഞാൽ സമപ്രായക്കാർ, കൂടെ പഠിക്കുന്ന ആളുകൾക്കിടയിലൊക്കെ അദ്ദേഹം അക്സെപ്റ്റബിൾ ആവുന്നു. അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാളായിട്ട് മാറുന്നു. He started doing PhD at Cambridge. സോ ഓക്സ്ഫോർഡിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് PhD ഡോക്ടർ ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം കേംബ്രിഡ്ജിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇത് അടുത്തൊരു മൈൽ സ്റ്റോൺ ആണ് കേട്ടോ. ഹിസ് പോർ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ട്രബിൾഡ് ഹിം. നോക്കണേ, PhD ചെയ്യാൻ പോവാണ്. ഓക്കെ, പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്സിൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ എന്ത് പ്രൊഫസറാണ്, കഥ തുടങ്ങുന്ന സമയത്ത് മാത്തമാറ്റിക്സിൻ്റെ പ്രൊഫസറാണ്. പക്ഷേ PhD ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുവർ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. He found general relativity extremely tough. General relativity എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ്, അതൊരു ഫിസിക്സിലെ കോൺസെപ്റ്റ് ആണ്, പക്ഷേ ഇറ്റ് ഈസ് ബാക്ക്ഡ് അപ്പ് ബൈ എ ലോട്ട് ഓഫ് മാത്തമാറ്റിക്സ്. സോ അത് അദ്ദേഹത്തിന് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. ഡ്യൂറിങ് ഹിസ് 3rd year he had started getting a bit careless. ഇവിടെ മുതലാണ് പ്രശ്നം തുടങ്ങുന്നത്. 3ാം വർഷം ആവുന്ന സമയത്ത്, PhDയിൽ 3ാം വർഷം ആവുന്ന സമയത്ത് കുറച്ച് കെയർലെസ് ആവുന്നു. എങ്ങനെയാണ് കെയർലെസ് ആവുന്നത്? He had fallen once or twice for no apparent reason. Apparent means പ്രത്യക്ഷത്തിൽ കാരണമൊന്നുമില്ലാതെ 1-2 തവണ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വീഴുന്നുണ്ട്. Soon he had trouble in tying his shoes. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഷൂ ടൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നു. ആൻഡ് ഇൻ ടോക്കിംഗ്, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. റൈറ്റ്? In 1963, shortly after his 21st birthday, 21ാമത്തെ ബർത്ത്ഡേക്ക്
കുറച്ച് കാലത്തിന് ശേഷം ഹി ഗോട്ട് എ റെയർ ഡിസീസ്, വളരെ റെയർ ആയിട്ടുള്ളൊരു അസുഖം അദ്ദേഹത്തെ ബാധിക്കുന്നു. അസുഖത്തിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലിറോസിസ്, ALS എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ പറയും. സോ ഈ അസുഖം ബാധിക്കുന്നു. ദർ വാസ് നോ നോൺ ക്യൂർ ഫോർ ദിസ് ഡിസീസ്. അതിന് അറിയപ്പെടുന്ന ക്യൂർ, പ്രതിവിധികളൊന്നും ഉണ്ടായിരുന്നില്ല. It caused a gradual disintegration of the nerve cells. ഇത് ഗ്രാജുവലി പതുക്കെ അദ്ദേഹത്തിൻ്റെ നെർവ് സെൽസിനെ എന്ത് ചെയ്യുന്നു? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. ഇൻ ദ സ്പൈനൽ കോഡ്, ഇവിടെ സ്പൈനൽ കോഡിലെ നെർവ് സെൽസിനെ. ആൻഡ് ഇൻ ദ ബ്രെയിൻ, സ്പൈനൽ കോഡിൽ മാത്രമല്ല ഇവിടെയും സ്പൈനൽ കോഡിലെയും ബ്രെയിനിലെയും. ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. സോ ഈ അസുഖം ബാധിച്ചതിന് ശേഷം സ്വാഭാവികമാണ്, ഹീസ് എ വെരി കോമൺ മാൻ, അദ്ദേഹം എന്താവുന്നു? ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് വീഴുന്നു. ബിഫോർ ഹിസ് കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഹി വാസ് ബോർഡ് വിത്ത് ലൈഫ്. അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ, ഈ അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ ഈ രോഗം ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ്, ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ജീവിതത്തോട് വളരെ വിരക്തി, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഹി റിയലൈസ്ഡ് ദാറ്റ് ദർ വെർ എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഡു ഇഫ് ഹി വാസ് ഗിവൺ മോർ ടൈം ടു ലീവ്. പക്ഷേ ആ രോഗം കൺഫേം ചെയ്തതിനു ശേഷം അദ്ദേഹം എന്ത് മനസ്സിലാക്കുന്നു? കുറച്ചുകൂടെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത്. അനദർ റിക്കറിംഗ് ഡ്രീം ഹി യൂസ്ഡ് ടു ഹാവ് വാസ് സാക്രിഫൈസിങ് ഹിസ് ലൈഫ് ടു സേവ് അതേഴ്സ്. അദ്ദേഹത്തിന് റിക്കറിങ് എന്ന് പറഞ്ഞാൽ തുടരെ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നൊരു സ്വപ്നം മറ്റുള്ള ആളുകളുടെ ജീവിതത്തിന് വേണ്ടി തൻ്റെ ലൈഫ് എന്ത് ചെയ്യുന്നതായിരുന്നു? സാക്രിഫൈസ് ചെയ്യുന്നതായിരുന്നു. അത് നിങ്ങൾ വ്യാഖ്യാനിക്കാനൊന്നും പോകണ്ട, അങ്ങനെ ഒരു റിക്കറിംഗ് ഡ്രീം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇഫ് ഹി വാസ് ഗോയിങ് ടു ഡൈ ഹി ഷുഡ് ഡു സം ഗുഡ് തിങ്സ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. എന്താ? ഞാൻ മരിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യണം? മരിക്കണം. ജസ്റ്റ് ബിഫോർ ഹോക്കിംഗ് എൻറ്റേർഡ് ദ ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റ് ഹി മെറ്റ് ജെയിൻ വൈൽഡ്. ഷീ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. നോക്കൂ, ഇവിടെയാണ് ജെയിൻ വൈൽഡ് എന്ന് പറഞ്ഞ പിന്നീട് ഹോക്കിങ്ങിൻ്റെ വൈഫായിട്ടുള്ള ലേഡിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കൂ, എപ്പോഴാണത്? ജസ്റ്റ് ബിഫോർ ഹോക്കിംഗ് എൻറ്റേർഡ് ദ ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റ്, അല്ലേ? ടെസ്റ്റിന് വേണ്ടി ഹോസ്പിറ്റൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ആരെ കാണുന്നു? ജെയിൻ വൈൽഡിനെ കാണുന്നു. എവിടെ? അറ്റ് എ ന്യൂ ഇയേഴ്സ് പാർട്ടി അറ്റ് സെയിൻറ്റ് ആൽബൻസ്. സെയിൻറ്റ് ആൽബൻസിലെ ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ചിട്ട് ജെയിൻ വൈൽഡിനെ കണ്ടുമുട്ടുന്നു. ദെൻ ഷി തോട്ട് ദാറ്റ് ഹോക്കിംഗ് വാസ് വെരി ഇൻ്റലിജൻറ്റ്. അല്ലെ, ജെയിൻ വൈൽഡ് വിചാരിക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, ഹോക്കിംഗ് വളരെ ഇൻ്റലിജൻ്റ് ആണ്. ഒബ്വിയസ്ലി ഹോക്കിംഗ് ഇൻ്റലിജൻ്റ് ആണ്. എക്സെൻട്രിക് ആൻഡ് റാദർ അറഗൻറ്റ്. പക്ഷേ ചില സമയത്ത് അദ്ദേഹം എന്താണ്? എക്സെൻട്രിക് ആണ്, അല്ലേ? കുറച്ച് ഓവർ എക്സൈറ്റഡ് ഒക്കെയാണ്. ദെൻ ചില സമയത്ത് എന്താണ്? അറഗൻ്റ് ആണ്, അല്ലേ? അറഗൻസ് കാണിക്കാറുണ്ട്. നോക്കൂ, ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ക്ഡ് ഹിസ് വിറ്റ്. പക്ഷേ അതേ സമയത്ത് ജെയിൻ വൈൽഡിനെ സംബന്ധിച്ചിടത്തോളം ഹോക്കിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടർ ആയിരുന്നു. അതുപോലെ ഹോക്കിങ്ങിൻ്റെ വിറ്റ്, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് വിറ്റ്. വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റലിജൻറ്റ് ഹ്യൂമർ, അല്ലെ? ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള തമാശകളൊക്കെ ജെയിൻ വൈൽഡിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷീ വാസ് എ ഷൈ ടീനേജർ വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ജെയിൻ വൈൽഡ് വളരെ ഷൈ ആയിട്ടുള്ള, ദൈവത്തിൽ ഒരുപാട് വിശ്വാസമുള്ള ഒരു ചെറുപ്പക്കാരിയായിരുന്നു. ഹോക്കിംഗ് ലൈക്ക്ഡ് ഹർ ഒപ്റ്റിമിസം. ഹോക്കിങ്ങിന് ജെയിൻ വൈൽഡിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം ജെയിൻ വൈൽഡിൻ്റെ ഒപ്റ്റിമിസം ആയിരുന്നു, ശുഭാപ്തി വിശ്വാസമായിരുന്നു. ആൻഡ് ദ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂ. അങ്ങനെ അവരുടെ പതുക്കെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വലുതാവുന്നു. ഇൻ 1965 വെൻ ഹി വാസ് 23, 23-ാമത്തെ വയസ്സിൽ he received fellowship at Caius College in Cambridge University. I don't know the exact pronunciation. ആ യൂണിവേഴ്സിറ്റിയിൽ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കയസ് എന്ന് പറഞ്ഞ കോളേജിൽ എന്ത് ചെയ്യുന്നു? ഫെലോഷിപ്പ് കിട്ടുന്നു. ഇൻ ജൂലൈ 1965 he married ജെയിൻ. സോ 23-ാമത്തെ വയസ്സിൽ തന്നെ ഫെലോഷിപ്പ് കിട്ടിയതിന് തൊട്ടടുത്ത സമയത്ത് ജെയിൻ വൈൽഡിനെ ആര് വിവാഹം ചെയ്യുന്നു? ആര്? യെസ്, സ്റ്റീഫൻ ഹോക്കിംഗ് വിവാഹം ചെയ്യുന്നു. ഹോക്കിംഗ് മൂവ്ഡ് അബൌട്ട് ഇൻ ദ യൂണിവേഴ്സിറ്റി വിത്ത് എ കെയിൻ, വിത്ത് എ സ്റ്റിക്ക്, അല്ലേ? ഹോക്കിംഗ് ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു വടിയും പിടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. സപ്പോർട്ടിങ് ഹിംസെൽഫ് എഗെയിൻസ്റ്റ് ദ വാൾ, അല്ലേ? തന്നെ ഈ ചുമലിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഈ വാൾ പിടിച്ച് ഒരു കെയിനുമായിട്ട്, ഒരു വടിയുമായിട്ട് അദ്ദേഹം നടക്കുമായിരുന്നു. Then he daringly asked unexpected questions when distinguished scientists spoke. അല്ലെ, ആ യൂണിവേഴ്സിറ്റിയിൽ വളരെ പ്രശസ്തരായിട്ടുള്ള, ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞർ, സയൻറ്റിസ്റ്റുകൾ സംസാരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം വളരെ ഡെയറിംഗ്ലി, ധൈര്യപൂർവ്വം എന്ത് ചെയ്തു? അപ്രതീക്ഷിതമായ ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
ഹിസ് റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ്, അല്ലേ? സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ആളുകൾ ഒരു ജീനിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതലാണ്. ദെൻ അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടെയുണ്ട്, അനദർ ഐൻസ്റ്റീൻ, മറ്റൊരു ഐൻസ്റ്റീൻ എന്നൊക്കെ അദ്ദേഹത്തെ ആളുകൾ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത് ഈ സംഭവങ്ങൾക്ക് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ തുടരെ തുടരെ ഡയറിംഗ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരുന്നു സയൻറ്റിസ്റ്റിനോട്. ഹി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എ ബുക്ക് അബൌട്ട് യൂണിവേഴ്സ്, അല്ലെ? യൂണിവേഴ്സിനെ കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് 1984 1984 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നു. 84 എന്ന് പറഞ്ഞാൽ നോക്കൂ, 65 23 വയസ്സാണ്, 75 33 വയസ്സാണ്, 85 43 വയസ്സാണ്, 84 42ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ പുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. ഹിസ് പേർപ്പസ് എന്തായിരുന്നു? ആ പുസ്തകത്തിൻ്റെ ഉദ്ദേശം, ഹിസ് പേർപ്പസ് ഇൻ റൈറ്റിംഗ് ദിസ് ബുക്ക് വാസ് എന്തായിരുന്നു? ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകൾക്ക് സയൻസ് എന്ത് ചെയ്യുക? അണ്ടർസ്റ്റാൻഡബിൾ ആക്കുക, കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സയൻസ് പറഞ്ഞു തരിക, ശാസ്ത്രം പറഞ്ഞു തരിക, അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് വിവരിച്ചു തരിക എന്നുള്ളതായിരുന്നു ഹോക്കിങ്ങിൻ്റെ ഉദ്ദേശം. നോക്കൂ, he caught pneumonia and was on a life supporting system. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ന്യൂമോണിയ എന്ന് പറഞ്ഞ മാരകമായ അസുഖം ബാധിക്കുന്നു, ഒരു ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലാവുന്നു. ഡോക്ടർ സജസ്റ്റഡ് എ ട്രാക്കറ്റോമി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ട്രാക്കറ്റോമി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. ഈ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ദിസ് വുഡ് റിസൾട്ട് ഇൻ ദ റിമൂവൽ ഓഫ് ഹിസ് വിൻ പൈപ്പ്. അത് അദ്ദേഹത്തിൻ്റെ വിൻ പൈപ്പ്, തൊണ്ടക്കുഴൽ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യപ്പെടും. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്. അത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം, ലൈഫ് ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. ബട്ട് ഹി വുഡ് നെവർ അഗെയിൻ സ്പീക്ക് ഓർ ഈവൻ മേക്ക് എ വോക്കൽ സൗണ്ട്. പക്ഷെ അദ്ദേഹം പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ സംസാരിക്കില്ല, ഒരു വോക്കൽ സൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് പോലും എന്ത് ചെയ്യില്ല, പ്രൊഡ്യൂസ് ചെയ്യില്ല. ജെയിൻ വിത്ത് റിലക്റ്റൻസ്, ജെയിൻ അല്ലെ, ജെയിൻ വൈൽഡ് വൈഫ് മടിച്ചുകൊണ്ട് റിലക്റ്റൻസോട് കൂടെ കൺസെൻറ്റഡ് ടു ദ സർജറിക്ക് വേണ്ടി സമ്മതിക്കുന്നു. വോൾട്ടോസ്, ഇത് ഇനി പറയാൻ പോകുന്ന അത്രമേൽ ഇമ്പോർട്ടൻ്റ് അല്ല. വോൾട്ടോസ്, എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയ, സെൻഡ് ഹിം എ പ്രോഗ്രാം കോൾഡ് ദ ഈക്വലൈസർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അമേരിക്കയിലെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ത് ചെയ്യുന്നു? അയച്ചു കൊടുക്കുന്നു. എന്തിനാണ് അയച്ചു കൊടുക്കുന്നത്? I'm sorry, I'm having a cough. It allowed Hawking to select words from the screen. So ഇത് ഈ മുമ്പിലിരിക്കുന്ന സ്ക്രീനിലെ വേർഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ആരെ സഹായിക്കുന്നു? അനങ്ങാൻ പറ്റാത്ത നമ്മുടെ ഹോക്കിങ്ങിനെ സഹായിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോക്കിങ്ങിൻ്റെ ചിത്രത്തിലൊക്കെ ഇതിൻ്റെ മോഡിഫൈഡ് വേർഷൻ നിങ്ങൾക്ക് കാണാം. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹിസ് സ്റ്റുഡൻറ്റ് ബ്രയാൻ വെയ്ഡ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ്. അങ്ങനെ ഈ കസാരയിലിരുന്ന്, ഈ സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞ ഗംഭീരമായ, ലോകത്ത് മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആ പുസ്തകം അത്രമേൽ മോശമായ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന എല്ലാ ഡിസബിലിറ്റീസും ലിമിറ്റേഷൻസും ഓവർകം ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു? പബ്ലിഷ് ചെയ്യുന്നു. ഹോക്കിംഗ് വാസ് ഏബിൾ ടു അച്ചീവ് എവ്രിതിങ്, അല്ലേ? ഹോക്കിങ്ങിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഹോക്കിങ്ങിന് എല്ലാം നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഹി ചോസ് ടു ഇഗ്നോർ ദ ഡിഫിക്കൽട്ടി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മോശം അവസ്ഥകളെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അവഗണിച്ചു, അദ്ദേഹം ഇഗ്നോർ ചെയ്തു. അതൊന്നും വലിയ കാര്യമല്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ആൻഡ് എക്സ്പെക്റ്റഡ് അതേഴ്സ് ടു ഹാവ് ദ സെയിം ആറ്റിറ്റ്യൂഡ്. ജീവിതത്തിൽ എല്ലാവർക്കും ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ആഗ്രഹിക്കുന്നു. He overcame his crippling disease to become a shining star of world physics. അത്രമേൽ എന്താ പറയുക, റെയർ ആയിട്ടുള്ള, അത്രമേൽ ദുസ്സഹമായിട്ടുള്ള അമിയോട്രോപ്പിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിട്ടും അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം വേൾഡ് ഫിസിക്സിലെ ഷൈനിങ് സ്റ്റാർ ആയിട്ട് മാറുന്നു. സോ ദിസ് ഇൻഡീഡ് ഈസ് എൻ ഇൻസ്പയറിംഗ് സ്റ്റോറി. സോ ആദ്യത്തെ ഭാഗത്തുള്ള ആ കുഞ്ഞ് എന്താ പറയുക ഇൻസിഡൻറ്റ് വെച്ചിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിനെ ജഡ്ജ് ചെയ്യരുത്. ഉറപ്പായിട്ടും ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ ഒരു തവണയെങ്കിലും വായിച്ചു നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെടും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തെ യൂണിറ്റിലെ 3 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. കമൻറ്റ് ബോക്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാനുള്ള ഒരു സ്പേസ് ആണ്. അവിടെ നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കും ഞാൻ. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് സമയം, ഒരു 1-2 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നിങ്ങൾ എന്താണ് പരീക്ഷയ്ക്ക് മുമ്പ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുകൂടെ നിങ്ങൾ പറയുക. സോ 10ാം ക്ലാസ്സിൽ എത്രമേൽ ഗംഭീരമായി നമ്മൾ ഒരുമിച്ച് ഇംഗ്ലീഷ് പഠിച്ചോ അതുപോലെ +1ലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എൻ്റെ എൻകറേജ്മെൻറ്റ്. സോ അൺടിൽ
Next time, this is Nasser Faruddin signing off from Xylem Learning. Happy learning, everybody. I love you all. Thank you.